വിശ്വാസികൾക്ക് വിശ്വസിച്ചുകൊണ്ട് എന്റെ തിരുനാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നമ്മുടെ മൃഗാശുപത്രിയുടെ തൊട്ടുപുറകിലുള്ള സഭയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ച VBSന്റെ സമാപന ദിന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള റാലിയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒറ്റപ്പിന്നിൽ ഒത്തിരി കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ ദിവസവും എത്ര ദൃശ്യമാധ്യമങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം ഇന്ന് യുവാക്കളുടെ ഒരു നാശം നമുക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കാണാൻ കഴിയും. 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ കണ്ണൂർ എന്ന് പറയുന്ന പ്രദേശത്തിൽ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ കഴുത്തിറക്കി വന്നൊരു വാർത്ത നമ്മളൊക്കെ വളരെ അത്ഭുതത്തോടും ഞെട്ടലോടും കൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ പത്രങ്ങളിലും TV-യിലുമൊക്കെ കാണുവാനിടയായത്. സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുവാൻ പോലും മടിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ നാളെ ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരായി അടുത്ത തലമുറയായിട്ട് വളർന്നു വരേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയിലധികം യുവജനങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യം നല്ലൊരു ഭാവിയിൽ എത്തിച്ചേരണമെങ്കിൽ അടുത്തൊരു തലമുറ അതിനുവേണ്ടി ഒരുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു VBS ക്രമീകരിക്കുവാനിടയായത്. നമ്മുടെ VBSന്റെ അർത്ഥവാക്യം തന്നെ ഇതാണ്: ഫേസിംഗ് ദ ചേഞ്ച്. പ്രതികൂലങ്ങളെ നേരിടുവാൻ ഈ തലമുറകളെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ്. മക്കളെ കുറിച്ച് ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്കും കാണുവാൻ കഴിയും. മക്കളുടെ ജീവിതത്തെ കുറിച്ചോർത്ത് വേദനയോടെ കരയുന്ന നെടുവീർപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പലതിനും അടിമകളായി അടുത്തൊരു തലമുറ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വേദനയോട് കൂടിയാണ് നമ്മുടെ ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ തലമുറയെ ഇതിനൊന്നും ഉൾപ്പെടാതെ ലോകത്തിന് കൊള്ളാകുന്ന അപ്പനും അമ്മയ്ക്കും നല്ലൊരു മകനായി, നല്ലൊരു മകളായി, നല്ലൊരു സഹോദരനായി, നല്ലൊരു സഹോദരിയായി നമുക്കവർ ലഭിക്കണമെങ്കിൽ എങ്ങനെ സാധിക്കും? പലരും ചോദിക്കാറുണ്ട്, മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പോലും ഒരു വ്യക്തമായ ഒരു ഐഡിയ ഇല്ലാത്ത മാതാപിതാക്കളുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ VBS പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നമുക്കുണ്ട്. വലിയൊരു കൂട്ടം വ്യക്തികൾ ഞാൻ പറഞ്ഞ ലഹരിക്കും മദ്യത്തിനും അടിമയായിട്ട് പോവുക. ലഹരി കുഞ്ഞുങ്ങളെ നമുക്കറിയാം, നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലുമൊക്കെ ലഹരിയുടെ വേരുകൾ വളരെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ ബാഗ് പോലും തുറക്കുവാൻ പേടിയാണ്. കാരണം പണ്ടത്തെ കാലമല്ല, അവർ കൊണ്ടു നടക്കുന്ന ബാഗിനകത്ത് നിരോധിത ലഹരി വസ്തുക്കളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെ നമുക്ക് അവരെ അതിൽ നിന്നും പിന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും? എങ്ങനെ തലമുറകളെ ഈ പറയുന്ന ലഹരിയുടെ അടിമയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പറ്റുമെന്ന് നമുക്ക് ചിന്തിക്കാറുണ്ട്. മഹാനായ ഷേക്സ്പിയർ എന്ന് പറയുന്ന മഹത്തായ എഴുത്തുകാർ അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായി. മദ്യത്തിന് അദ്ദേഹം ഒരു പേര് കൊടുത്ത് വിളിച്ചു. അദ്ദേഹം മദ്യത്തിന് കൊടുത്ത പേര് ഇങ്ങനെയാണ്, ചെകുത്താൻ എന്നാണ്. കാരണം നമുക്കറിയാം, മദ്യവും ലഹരി വസ്തുക്കളും ഒരിക്കലും മനുഷ്യ നന്മയിലേക്കല്ല, അത് കുടുംബത്തെ നാശത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് കുടുംബങ്ങൾ രക്ഷപ്പെടത്തില്ല, അത് നശിച്ചു പോകുക മാത്രമേ ഉള്ളൂ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ഒരുപക്ഷെ സന്തോഷം നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല. നിങ്ങളെ കുറിച്ച് ഓർത്ത് നിലനിർപ്പെടുന്ന കുടുംബങ്ങൾ നമ്മുടെ പിന്നിലുണ്ടായിരിക്കുക. എന്നാൽ അവരുടെ സന്തോഷവും സമാധാനവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ മദ്യത്തോടും ലഹരിയോടും വിട പറഞ്ഞാൽ മാത്രമേ നമുക്കതിന് സാധിക്കത്തുള്ളൂ. ഞാൻ പറയട്ടെ, പലരും ചോദിക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ എങ്ങനെ ഈ ലഹരി എന്ന് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും, എങ്ങനെ നമുക്ക് ഇവരെ ഈ ലഹരി എന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രസിദ്ധമായ നമ്മുടെ ചരിത്രക നമ്മൾ ജീവിച്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ജീവിച്ച ശ്രീ നാരായണ ഗുരു അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായി: മദ്യം നിർമ്മിക്കരുത്, മദ്യം വിൽക്കരുത്, മദ്യം കുടിക്കരുത് എന്ന് അദ്ദേഹം പഠിപ്പിക്കാനിടയായി. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: മദ്യപാന ദൈവത്തിന്റെ രാജ്യം കരസ്ഥമാക്കുകയില്ല. അങ്ങനെയെങ്കിൽ അടുത്ത തലമുറ പാപത്തിൽ വീണു പോകാതെ, ലഹരിയിൽ വീണു പോകാതെ അവരെ ഒരു ദൈവമുള്ള തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ളത്. പലരും ചോദിച്ച്, എങ്ങനെയാണ് ഒരു ലഹരിയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, എങ്ങനെ ലഹരിക്ക് അടിമപ്പെടാതെ അത് നമുക്കിവിടെ പുറത്തു കൊണ്ടുവരാൻ? നമ്മളെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന യുവതലമുറയെ നാശത്തിലേക്ക് നയിക്കുന്നതിന് പിന്നിൽ അടിസ്ഥാന കാരണം അത് മറ്റൊന്നുമല്ല, പാപം തന്നെയാണ്. പാപം ചെയ്യുവാൻ, തെറ്റ് ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട്
ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ കഴിയത്തുള്ളൂ. ഇവരുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം വന്നാൽ മാത്രമേ അടുത്ത തലമുറ ദൈവമുള്ള ഒരു തലമുറയായിട്ട് നീക്കത്തുള്ളൂ. നിങ്ങൾക്ക് ഏതാണ്ട് 2026 വർഷങ്ങൾക്ക് മുമ്പ് സർവ്വലോകത്തിൽ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചു. 30 വർഷം ഒരു സാധാരണ മനുഷ്യൻ